നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ വിദേശ ഏജൻസികൾക്ക് ചോർത്തി നൽകുവാൻ ശ്രമിച്ച സംഭവത്തിൽ ബീഹാറിലെ ബക്സറിൽ നിന്നുള്ള യുവാവ് പിടിയിലായത് രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ അതിവേഗം കൈമാറാൻ കഴിയുമെന്ന സൗകര്യം രാജ്യവിരുദ്ധ ശക്തികൾ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണമാണ് ഈ സംഭവം. പ്രധാനമന്ത്രിയുടെ ഓഫീസും സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലക്ഷ്യം വെച്ചുള്ള നീക്കം വെറുമൊരു സാമ്പത്തിക തട്ടിപ്പിനുമപ്പുറം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സംഭവത്തിൻ്റെ ഗൗരവവും അതിന് പിന്നിലെ ഗൂഢാലോചനകളും വിശദമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ബക്സർ എസ് പി ശുഭമാരിയയുടെ നേതൃത്വത്തിൽ നടന്ന പഴുതടച്ച നീക്കത്തിനൊടുവിലാണ് അമൻ കുമാർ എന്ന അമൻ തിവാരി പിടിയിലാകുന്നത്. ഇയാൾ ഇന്റർനെറ്റ് മുഖേന വിദേശത്തുള്ള സംശയാസ്പദമായ വ്യക്തികളുമായും ഏജൻസികളുമായും നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ സെൻസിറ്റീവായ വിവരങ്ങൾ നൽകാമെന്നും അതിനു പകരമായി വൻതുക വേണമെന്നും ആവശ്യപ്പെട്ട് ഇയാൾ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA വെബ്സൈറ്റിൽ പോലും ഇയാൾ സന്ദേശം അയച്ചു എന്നത് സംഭവത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. 22 ദിവസങ്ങൾക്കുള്ളിൽ മോദിയെ വധിക്കാമെന്നും പ്രതിഫലം നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു എന്നാണ് വിവരങ്ങൾ കൈമാറുന്നതിനൊപ്പം പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുവാൻ തനിക്ക് കഴിയുമെന്ന അവകാശവാദവും ഇയാൾ ഉന്നയിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച ഡിജിറ്റൽ ഇൻപുട്ടുകളാണ് ഈ വൻ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചത്. വിദേശ സെർവറുകളിലേക്ക് ഡാറ്റ കൈമാറുന്നതിൻ്റെ അസാധാരണത്വം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ നിരീക്ഷണമാണ് അമൻ കുമാറിലേക്ക് എത്തിയത്. ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിലവിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഇയാൾക്ക് വിവരങ്ങൾ ചോർത്താൻ അകത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അതോ വെറുമൊരു ഹാക്കിംഗ് ശ്രമമായിരുന്നോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. 2022 കൊൽക്കത്ത വിമാനത്താവളം തകർക്കുമെന്ന് വ്യാജ ഭീഷണി മുഴക്കിയതിനും സിസ്റ്റം ഹാക്ക് ചെയ്തതിനും ഇയാൾ നേരത്തെ പിടിയിലായിട്ടുണ്ട് എന്നത് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. ഒരു സാധാരണ യുവാവ് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നതെന്നും ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഇയാൾ പ്രവർത്തിക്കുന്നതെന്നും പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. അതിർത്തിക്കപ്പുറത്ത് ഇരുന്നു കൊണ്ട് സൈബർ ചാരവൃത്തി നടത്തുന്ന സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ കരുതുന്നു. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിലൂടെ വിദേശത്ത് നിന്ന് പണം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. രാജ്യത്തെ ഉന്നത പദവിയിലിരിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈബർ സുരക്ഷാ വിഭാഗത്തിന് ഇനിയും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ബീഹാറിലെ ഈ അറസ്റ്റ് ഒരു വ്യക്തിയുടെ മാത്രം കുറ്റകൃത്യമായി കാണാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്കും സുരക്ഷയ്ക്കും പോറലേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏജൻസികൾ ഇത്തരം യുവാക്കളെ ചാവേറുകളായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സാങ്കേതിക വിദ്യയുടെ വളർച്ച രാജ്യത്തിന് ഗുണകരമാകുമ്പോഴും അതുവഴി രാജ്യരഹസ്യങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളെ കർശനമായി നേരിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ പുറത്തുവരുന്ന വിവരങ്ങൾ രാജ്യത്തെ സുരക്ഷാ നയങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സൂചിപ്പിക്കുന്നു. നരേന്ദ്രമോദിയെ അഭയപ്പെടുത്താനെത്തിയ അമേരിക്കൻ പട്ടാളക്കാരൻ ധാക്കയിൽ കൊല്ലപ്പെട്ടുവെന്ന സ്ഥിരീകരിക്കാത്ത വാർത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാക്കളിൽ ഒരാളായി നരേന്ദ്രമോദി മാറുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വളർച്ചയും വിദേശ നയങ്ങളും ആഗോള ശക്തികളെ പല വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഭരണകൂടമോ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ പലപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകാറുണ്ട്. ഇന്ത്യ കൈവരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റവും തന്ത്രപരമായ സ്വയംഭരണാധികാരവും ആഗോള രാഷ്ട്രീയത്തിലെ നിലവിലുള്ള അധികാര സമവാക്യങ്ങളെ മാറ്റുന്നതാണ് ഇത്തരം സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും ആധാരം. ഒരു രാജ്യം അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ് മറ്റ് വൻ ശക്തികളെ അസ്വസ്ഥരാക്കുന്നത് എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള പരിശോധന തന്നെ ആവശ്യമാണ്. അമേരിക്കയെയും CIA നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനം ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയമാണ്. ശീതയുദ്ധകാലത്തെ ചേരിചേരാ നയത്തിൽ നിന്ന് മാറി ഇന്ന് ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മൾട്ടി അലൈൻമെൻറ്റ് നയമാണ് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് യുക്രൈൻ റഷ്യ യുദ്ധസമയത്ത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനും ആ രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധവും നിലനിർത്താനും ഇന്ത്യ തയ്യാറായി.
അമേരിക്കയെ പോലൊരു വൻ ശക്തിക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത ഒരു ശക്തമായ നേതൃത്വം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് തന്ത്രപരമായ വെല്ലുവിളിയായി അനുഭവപ്പെട്ടേക്കാം. ഏഷ്യയിൽ ചൈനയെ പ്രതിരോധിക്കുവാൻ ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ് എങ്കിലും ഇന്ത്യ സ്വന്തം നിബന്ധനകളിൽ മാത്രം സഹകരിക്കുന്നത് അവർക്ക് പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കുന്നതിന് തടസ്സമാകും. സാമ്പത്തിക രംഗത്തെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടവും മറ്റൊരു പ്രധാന കാരണമാണ്. വൈകാതെ തന്നെ ഭാരതം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികളിലൂടെ പ്രതിരോധ മേഖലയിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിപണി താൽപ്പര്യങ്ങളെ ബാധിക്കുന്നുണ്ട്. മുൻപ് പ്രതിരോധ സാമഗ്രികൾക്കായി പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. ഇത് ആഗോള ആയുധ വിപണിയിൽ അമേരിക്കയുടെ കുത്തകയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഇത്തരം സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പലപ്പോഴും രഹസ്യമായ നയതന്ത്ര നീക്കങ്ങൾ നടക്കാറുള്ളത് സ്വാഭാവികമാണ്. കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര നയങ്ങളായ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ജനാധിപത്യം, മനുഷ്യാവകാശം തുടങ്ങിയ മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് മറ്റ് രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്കയുടെ ഒരു സ്ഥിരം നയതന്ത്ര രീതിയാണ്. ഇത്തരം വിമർശനങ്ങളിലൂടെ മോദി സർക്കാരിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ സ്വാധീനിക്കാനും ഇന്ത്യയുടെ ആഭ്യന്തര തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുവാനും അവർ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ പൊതുവികാരം രൂപപ്പെടുത്തുന്നതിൽ CIA പോലെയുള്ള ഏജൻസികൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്നു. എങ്കിലും ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഏറ്റവും ശക്തമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് ഒരു വിരോധാഭാസമായി തോന്നാം. പ്രതിരോധം, ബഹിരാകാശ ഗവേഷണം, സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക മോദി സർക്കാരിനെതിരെ പരസ്യമായി പ്രവർത്തിക്കുന്നതിനേക്കാൾ തങ്ങളുടെ ആഗോള താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു നേതൃത്വത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് കരുതുന്നതാകും ശരി. ഇന്ത്യയുടെ വളർച്ച തടയുവാൻ കഴിയില്ലെന്ന ബോധ്യമുള്ളപ്പോൾ തന്നെ ആ വളർച്ച തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ നടത്തുന്ന ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികമായ ഒരു വശമാണ്. രാജ്യസുരക്ഷയും അഭിമാനവും മുറുകെ പിടിക്കുന്ന ഒരു നേതൃത്വം ഇന്ത്യയിൽ തുടരുന്നത് പാശ്ചാത്യ ശക്തികൾക്ക് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ വലിയൊരു തടസ്സമായി തുടരുന്നു. ഭാരതം ഒരു ആഗോള ശക്തിയായി വളരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര രജിസ്ട്രേഷൻ ഏജൻസികളിൽ നിന്നും ഡീപ് സ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും നേരിടുന്ന വെല്ലുവിളികൾ അതീവ സങ്കീർണമാണ്. ഇത്തരം ഭീഷണികളെ വെറും സൈനിക നീക്കങ്ങൾ കൊണ്ടല്ല, മറിച്ച് അതിശക്തമായ ചാരപ്രതിരോധ സംവിധാനങ്ങളിലൂടെയാണ് ഭാരതം നേരിടുന്നത്. പ്രധാനമായും റോ, ഇൻ്റലിജൻസ് ബ്യൂറോ എന്നിവയുടെ സംയുക്തമായ പ്രവർത്തനങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വിദേശ ഏജൻസികൾ ഇന്ത്യക്കകത്ത് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതിനെ പ്രതിരോധിക്കുവാൻ റോ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹ്യൂമൻ ഇൻ്റലിജൻസും ടെക്നിക്കൽ ഇൻ്റലിജൻസും ചേർന്നുള്ള രീതിയാണ്. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ആ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അത് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. CIA പോലെയുള്ള ഏജൻസികൾക്ക് ലോകമെമ്പാടുമുള്ള ശക്തമായ ശൃംഖലയുണ്ടെന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് തുല്യമായ രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ റോ തങ്ങളുടെ വിദേശത്തുള്ള ഏജന്റുമാരെയും വിവരദാതാക്കളെയും ഫലപ്രദമായി ഉപയോഗിക്കുന്നു. സൈബർ മേഖലയിലെ വെല്ലുവിളികളെ നേരിടാൻ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്റർ, CERT-IN എന്നീ ഏജൻസികൾ സദാ ജാഗരൂകരാണ്. വിദേശ ഏജൻസികൾ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയോ സൈനിക സംവിധാനങ്ങളുടെയോ കമ്പ്യൂട്ടർ ശൃംഖലകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തത്സമയം തടയുവാൻ ഇന്ത്യക്ക് ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയ വഴി ഇന്ത്യക്കകത്ത് അസ്ഥിരതയുണ്ടാക്കാൻ വിദേശ ഏജൻസികൾ നടത്തുന്ന ബോട്ട് അധിഷ്ഠിത പ്രചാരണങ്ങളെയും വ്യാജ വാർത്തകളെയും തിരിച്ചറിയാൻ ഇൻ്റലിജൻസ് ബ്യൂറോ പ്രത്യേക നിരീക്ഷണവും നടത്തുന്നു. വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ച് രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന NGOകളെയും സംഘടനകളെയും FCRA ചട്ടങ്ങൾ വഴി കർശനമായി നിയന്ത്രിക്കുന്നതും ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. നയതന്ത്ര തലത്തിൽ മറ്റൊരു രാജ്യത്തെയും അന്ധമായി വിശ്വസിക്കാതെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി വിവരങ്ങൾ കൈമാറുന്ന ഇൻ്റലിജൻസ് ഷെയറിംഗ് രീതിയും ഇന്ത്യ പിന്തുടരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇസ്രയേലിൻ്റെ മൊസാദ് പോലെയുള്ള ഏജൻസികളുമായി ഇന്ത്യക്കുള്ള സഹകരണം പലപ്പോഴും അമേരിക്കൻ ഏജൻസികളുടെ നീക്കങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കാറുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ കീഴിൽ എല്ലാ സുരക്ഷാ ഏജൻസികളും ഏകോപിതമായി പ്രവർത്തിക്കുന്നത് വിവരങ്ങൾ കൈമാറുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ ചാരപ്പണിയെ ചാരപ്പണി കൊണ്ട് തന്നെ നേരിടുന്ന അതീവ രഹസ്യമായ ഒരു യുദ്ധമാണ് ഇന്ത്യയുടെ പ്രതിരോധ ഏജൻസികൾ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ
ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.